ഭീതിപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളുടെയും കാഴ്ചകളുടെയും ഒരു മാസമാകും ഈ ജൂൺ മാസമെങ്കിലും ദൈവത്തിന്റെ മക്കൾക്ക് ഇതിനെ ദൈവപ്രകാശം കാണുന്ന, ദൈവത്തിനു വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ഒരു മാസമായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകണം. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് തരുന്ന ദൂത് ഇതാണ്: അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടും. നിന്റെ മേൽ യഹോവ ഉദിക്കും, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പ്രവചനം 60-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധ ആത്മാവ് ദൈവത്തിന്റെ ജനത്തെ ധൈര്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കുകയാ. നീ ഇനി ഇരുളിൽ കിടക്കേണ്ടവനല്ല, നീ ഇരുട്ടിൽ ജീവിക്കേണ്ടവനല്ല. ചുറ്റുപാട് ഇരുൾ കാണുമ്പോഴും നിന്റെ മേൽ ഇരുട്ടിന്റെ ആധിപത്യം ഉണ്ടാകുകയില്ല. കാരണം നിന്റെ മേൽ യഹോവ ഉദിക്കാൻ പോകുക. ആ 60-ാം അധ്യായം 1-ാം വാക്യം ആദ്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അസ്ഥിക്കൂമ്പാരങ്ങളുടെ ഒരു താഴ്വരയെ കുറിച്ച് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. പക്ഷെ ആ അസ്ഥികളെല്ലാം ആരുടെ അസ്ഥികൾ, ഏതൊക്കെ അസ്ഥികളെന്ന് ഒന്നും അറിയാത്ത രീതിയിൽ ബന്ധം വിട്ട് കിടക്കുന്ന വെറും അസ്ഥികൾ മാത്രമായിരിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? കർത്താവിനോട് മറുപടി പറഞ്ഞത്: യഹോവേ, നീ അറിയുന്നു, എന്നാൽ നീ പ്രവചിച്ചോ, ഇത് ജീവിക്കാൻ പോകുകയാ. മാംസവും ഇത് അസ്ഥിയോട് ചേരാൻ പോകുകയാ. മാംസവും ത്വക്കും വെച്ച് പിടിപ്പിക്കാൻ പോകുകയാ. തീർന്നില്ല, ഇത് ജീവൻ പ്രാപിച്ച് ശക്തി പ്രാപിച്ച് എഴുന്നേറ്റ് നിവർന്നു നിൽക്കാൻ പോകുകയാ. കഴിഞ്ഞില്ല, എഴുന്നേറ്റ് നിവർന്നു നിന്ന് ഒരു സൈന്യമാക്കി ദൈവത്തിനെ മാറ്റാൻ പോകുകയാണ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ എഴുന്നേൽക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പല കാരണങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും ഒതുങ്ങിക്കിടക്കുവാനും ഉറങ്ങാനും തളരാനുമുള്ള സമയമല്ല, എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ജൂൺ മാസം ഒരുപാട് ഭീതിപ്പെടുത്തുന്ന വാർത്തകളും ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങളും നമ്മുടെ കണ്ണിന് മുൻപിലൂടെ കാണാൻ പോകുന്ന ഒരു മാസമാകാം. പക്ഷേ നിന്റെ മേൽ യഹോവ ഉദിക്കും. പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കൊള്ളുക. യഹോവ നിന്റെ മേൽ ഉദിക്കും. ഒരു ആമേൻ പറഞ്ഞു. നിങ്ങളെ കുറിച്ചുള്ള ദൂത് പറയുമ്പോൾ നിങ്ങൾ ആ വചനം ഏറ്റെടുത്തിട്ട് ആമേൻ പറഞ്ഞാൽ മതി. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ഏത് മേഖലയിലാണ് ഒതുങ്ങി കിടക്കുന്നെങ്കിലും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രകാശിക്കും. ഹല്ലേലൂയ. 27-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യം: യഹോവയാണ് എന്റെ വെളിച്ചം, യഹോവ എന്റെ വെളിച്ചവും ജീവനുമാണ്, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, എന്റെ രക്ഷ യഹോവയാകുന്നു. ദാവീദ് 23-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞൊരു വാക്യം നമുക്കറിയാം: കൂരിരുളിന്റെ താഴ്വരയിൽക്കൂടി ഞാൻ കടന്നു പോകുമ്പോഴും ഞാൻ പേടിക്കുകയില്ല, യഹോവ എന്നോട് കൂടെ ഉണ്ട്, അവൻ എന്റെ വെളിച്ചമാണ്, അവന്റെ പ്രകാശമാണ്, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഇന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന സംഭവങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർന്നു നിൽക്കുമ്പോഴും കർത്താവ് നിന്നെ കൈപിടിച്ച് നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. കൈപിടിച്ച് നടത്തും, വെളിച്ചം കാണിക്കും. മിസ്രയീമ്യർക്ക് അന്ധകാരമായിരുന്നപ്പോൾ ഇസ്രായേൽ ജനത്തിന് ദൈവം വെളിച്ചം കാണിച്ചു. സ്തോത്രം. മേഘസ്തംഭം പുറകിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് ഇരുട്ടിലേക്ക് നയിച്ചപ്പോൾ, മിസ്രയീമ്യരെ ഇരുട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അഗ്നിസ്തംഭം ഇസ്രായേൽ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി വെളിച്ചം കാണിച്ചുകൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യും, വഴി കാണിക്കും. ഇതുവരെ വഴി തുറന്നിട്ടില്ലാത്ത, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും ഇല്ല എന്ന് ചിന്തിക്കുന്ന നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവം മറുപടി തരും. ഹല്ലേലൂയ. 58-ാമത്തെ അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് 58-ാം അധ്യായം 8-ാം വാക്യം: അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. രാമൻ പറഞ്ഞേ, യഹോവയുടെ നീതി നിനക്ക് മുൻപേ നടക്കും എന്ന് പറഞ്ഞാൽ നാളുകളായിട്ട് നിന്റെ വിഷയത്തിൽ ഒരു നീതി വെളിപ്പെടാതെ അനീതി അനുഭവിച്ച്, മറ്റുള്ളവരുടെ പീഡകൾ അനുഭവിച്ച്, ഭീഷണികൾ അനുഭവിച്ച്, ഒറ്റപ്പെടലുകൾ അനുഭവിച്ച്, പരിഹാരം ആരും നിർദ്ദേശിക്കാനില്ലാതിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവത്തിന്റെ നീതി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുകയാണ്. യഹോവയുടെ നീതി നിങ്ങളുടെ മുൻപിൽ നടക്കും. യഹോവയുടെ നീതി മുൻപേ നടക്കാൻ പോവുകയാണ്.
അടുത്തത്, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. ദൈവം മുൻപേ നടന്ന് നീതിയോടെ പ്രവർത്തിക്കുമ്പോൾ പിന്നാലെ ഒരു മഹത്വം വരുന്നുണ്ട്. പിന്നാലെ ഒരു പിൻപടയായി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ആമേൻ പറഞ്ഞില്ല? ആമേൻ. യഹോവയുടെ മഹത്വം കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മഹത്വം ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ എഴുതിയിരിക്കുകയാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. എന്താ കാര്യം എന്നറിയാമോ? കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ കടൽ വഴിയായി മഹത്വം വരുത്തി. ദൈവം നിങ്ങളുടെ ജീവിതത്തിലെ ഹീനതകളെ മാറ്റി മഹത്വം വരുത്തുന്ന ദൈവിക പ്രകാശം തരാൻ പോകുകയാണ്. വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർക്കുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിന്റെ പ്രകാശം നിങ്ങളെ കാണിക്കും. കർത്താവിന്റെ പ്രകാശത്തിൽ നമ്മൾ നടക്കും. എന്ന് പറഞ്ഞേ, ദൈവം എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. 18-ാം സങ്കീർത്തനത്തിന്റെ 28-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവേ നീ എന്റെ ദീപത്തെ കത്തിക്കും, യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഈ ദൂത് നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. എന്ന് ഞാൻ ഇരുട്ടിൽ കിടക്കാനുള്ളവളല്ല, എന്ന് ഞാൻ അന്ധകാരത്തിൽ ജീവിക്കാനുള്ളവനല്ല. എന്റെ ദീപത്തെ യഹോവ കത്തിക്കും. ഈ ദൂത് നിങ്ങളെ ആത്മാവിൽ കത്തിക്കാൻ വേണ്ടിയാ, നിങ്ങളെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയാ, നിങ്ങളുടെ ഇരുട്ടിനെ മാറ്റാൻ വേണ്ടിയാ. നിങ്ങളുടെ മനസ്സിനെ പിശാച് അവിശ്വാസം കൊണ്ട് കുരുടാക്കാൻ നോക്കുമ്പോൾ ഈ വചനം അങ്ങോട്ട് കടന്നു ചെന്നിട്ട്, വചനം വെളിച്ചമല്ലേ, ആ വചനത്തിന് ശക്തി കടന്നു ചെന്നിട്ട് ആ ഇരുട്ടിനെ മാറ്റി ദൈവപ്രവൃത്തി മഹത്വം നിങ്ങളുടെ വീട്ടിലെത്തക്കവണ്ണം ആമേൻ ദൈവം നിങ്ങളുടെ അകത്തെ ഒന്ന് പ്രകാശിപ്പിക്കാൻ പോവുകയാണ്. എല്ലാ കുരുട്ട് കണ്ണുകളും മാറട്ടെ, അവിശ്വാസങ്ങളും മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ. ദൈവം എഴുന്നേൽക്കും. ദൈവം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇത് നിന്റെ സമയമാണ്. പറയണം, പിശാചേ, ഇത് പിശാചിന്റെ സമയമല്ല, ഇത് എന്റെ സമയം, എന്റെ ദൈവം എന്നെ എഴുന്നേൽപ്പിക്കുന്ന സമയം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ഒരു സാഹചര്യം പരിശുദ്ധാത്മാവേ നിന്റെ വചനത്തിലൂടെ അവർ ഏറ്റെടുക്കട്ടെ. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെ മൂടുകയാണ് കർത്താവേ. എന്നാൽ ഞങ്ങളുടെ മേലെ യഹോവ ഉദിക്കും, യഹോവയുടെ തേജസ് വെളിപ്പെടും. മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അവർ എഴുന്നേൽക്കട്ടെ, നിന്റെ നാമത്തിന്റെ മഹിമയായി തീരട്ടെ, സാക്ഷ്യമായി മാറട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇന്നത്തെ ദിവസം വേണ്ട അത്ഭുത വിടുതലുകൾ ഇവരിൽ നടക്കട്ടെ കർത്താവേ. ഇന്നവരെ അത്ഭുതകരമായി വഴി നടത്തണമേ കർത്താവേ. ഇന്നും വെളിച്ചം കാണിക്കണമേ കർത്താവേ, യേശുവിൻ നാമത്തിൽ. ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ പതിപോലെ കുറെ പേർക്ക് ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് എന്റെ പ്രസംഗം കേൾക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിന്റെ ബെൽ ബട്ടൺ അമർത്തി ഓൾ അമർത്തിയാൽ എല്ലാ ദിവസത്തെയും പ്രഭാത സന്ദേശം നിങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നതാണ്. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.